ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചതയം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലമാണ്. ഇത് ചതയം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ജ്യോതിഷിയെ കാണിച്ച് രാശി വെച്ച് ആ ഫലവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ചതയം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജൂണിൽ ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ ഗുണകരമായിട്ടാണ് കാണുന്നത്. അധ്വാനത്തിന് ഫലം ഉണ്ടാകുന്ന സമയമാണ്. കർമ്മരംഗത്ത് വൻ നേട്ടം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. കർമ്മരംഗത്ത് വളരെ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഷെയർ മാർക്കറ്റ് ബിസിനസ്സിൽ ഊഹകച്ചവടത്തിലൊന്നും ഏർപ്പെടരുത്, അത് നഷ്ടത്തിലുണ്ടാവും. നിങ്ങൾക്ക് വാഹന ഉപയോഗം ഉണ്ടാകുന്നുണ്ട്, വാഹന യോഗം കാണുന്നുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങുകയോ മാറ്റി വാങ്ങാൻ, നിലവിലുള്ളത് മാറ്റി പുതിയത് വാങ്ങാനോ ഒക്കെ യോഗം കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയ വണ്ടിയായിരുന്നു, ഇപ്പോൾ 2 വീലറാണെങ്കിൽ 4 വീലറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷെയർ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്ന സമയമാണ്. എന്നാൽ കുടുംബത്തിൽ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഒരു അസാധാരണ വ്യക്തിത്വമുള്ളവരെ പരിചയപ്പെടാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. മേലധികാരികളുടെ അപ്രീതി സമ്പാദിക്കാനുള്ള സാധ്യതയും ഇതിനോടൊപ്പം തന്നെ ഈ മാസം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് കാണുന്ന സമയമാണ്. സാമ്പത്തിക നില തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടും. ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം നിറവേറ്റുന്ന അവസരം കൂടിയാണ് ഈ മാസം. കുടുംബ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സുഖത്തെ പോലും നിങ്ങൾ അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കും. പക്ഷേ ബലമൊന്നും ഉണ്ടാവില്ല. അറിവ് വർദ്ധിപ്പിക്കുവാനുള്ള താല്പര്യം നിങ്ങൾക്ക് കൂടുന്നതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നിങ്ങൾ നടത്തുന്നതാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിർഭയം ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് മൂലം പലരുടെയും ഒരു അതൃപ്തി ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് പലർക്കും ശരിയാവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ശരിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയുമില്ല. ഭാര്യയുടെ അപ്രതീക്ഷിതമായ രോഗം മനക്ലേശത്തിന് ഇടം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ദമ്പതി ഭാവത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ മൂലം മനസ്സിന് സങ്കടം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് മാസാവസാനമൊക്കെ ആകുമ്പോൾ ഒരു നിരാശാബോധം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിക്കുകയൊന്നുമില്ല, നിങ്ങളത് മറച്ചു വെക്കും. സമൂഹത്തിൽ മാന്യത ലഭിക്കാനായിട്ട് അഹിതങ്ങളായ പലതും നിങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസം. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി നേടിയെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം. സ്ത്രീകൾ മൂലം ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ മാസം. വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ധാരാളം നിങ്ങൾ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മബലമൊക്കെ നിങ്ങൾക്ക് ഈ മാസം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഇച്ഛാശക്തിയൊക്കെ ഒന്ന് കൂടി ഒരു ഉണർവൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എടുക്കും. നിങ്ങളതിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ നിങ്ങൾ നടന്നു നീങ്ങും. പൊതുവേ ഗുണകരം ദോഷവുമൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഭാര്യ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ദോഷഫലങ്ങൾ കാണുന്ന ഒഴിച്ചാൽ പൊതുവേ ഗുണകരം തന്നെയാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ഗുണകരമാണ്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഗുണകരമാണ്. അപ്പോൾ ഭാര്യയുടെ ദോഷം മാറുന്നതിനായിട്ട് വ്യാഴാഴ്ചകളിലൊക്കെ ധന്വന്തരി ക്ഷേത്രം ദർശിക്കുക, ഭാര്യയുടെ പേരിൽ പാനകം വഴിപാടായിട്ട് കഴിക്കുക, അത് ഇതിലേക്ക് കഴിക്കാൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുക. പറ്റിയാലൊന്ന് രാശിചിന്തനം നടത്തിയിട്ട് അതുമായിട്ട് ഫലമായിട്ട് മുന്നോട്ട് പോവുക. എന്നാലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്വാരസ്യങ്ങളും ഒക്കെ മാറാനായിട്ട് നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക, ഭഗവാനെ നാരങ്ങമാല കൊടുക്കുക, മറ്റ് വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമായിട്ട് മാറുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള മാസങ്ങളിലെ തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.